പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ. നാട്ടിൽ നമ്മളെ എന്താ പറയണ്ട് അമ്മാനപ്പാറ MM കോളേജ് എയറോസ്പേസ് കോളേജിൻ്റെ അതിന് കുറച്ച് ഇപ്പറായിട്ടാണ്. ഞാൻ ഇങ്ങോട്ട് യാത്ര പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടോ, ഇവിടെ ഒരു സംഭവം കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. എൻ്റെ പുറകെ കാണുന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങും കുറേ മെറ്റലും കൊണ്ട് നിർത്തിയ അതിനോടിച്ച് ഇങ്ങനെ അത് കാണാൻ വേണ്ടി നിങ്ങൾ വന്നതാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ ആവുമല്ലോ, അതിനോട് വന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താണെന്ന് ഞാൻ പറഞ്ഞ സംഭവം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, എൻ്റെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ട്, നമുക്ക് പെട്ടെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഈ മെറ്റലോട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഏതാ കമ്പനി നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഇതെന്തോ ഒരു പാർട്ടിഷൻ ചെയ്യാൻ സ്ഥലമാണെന്ന് തോന്നുന്നു. എന്ത് കമ്പനിയാണെന്ന് ഇപ്പം ഞങ്ങൾക്കറിയില്ല ശരിക്ക്. ഇപ്പം എന്തോ ഒരു വർക്ക് നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതിലേ ഒന്ന് പോയപ്പോൾ ഞാൻ കണ്ടിരുന്ന് കയറിയതാണ്. ഇതെന്ത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്തൊരു വെറൈറ്റി വേണ്ട വെച്ച് ഞാൻ ചെയ്തതാണ്. കുറച്ച് അങ്ങോട്ട് നടന്നു പോയി നോക്കാം. ഇത് കെഷറാണോ നമ്മളെ ജില്ലയിലും പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് പറയാനില്ല. അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ ഇത്. ഇവിടെ ഇപ്പം ആരും കാണുന്നുമില്ല. അങ്ങനെ ചോദിക്കാൻ വെച്ചാൽ എന്താ അറിയില്ല. താറിങ്ങിൻ്റെ ഡ്രമ്മെല്ലാം കാണുന്നുണ്ട്. താറിങ്ങനെ കേട്ടത് ഇനി ഏതോ കമ്പനി കൊട്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ താറിങ് ഒരുക്കിയിട്ട് അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ആരും കാണുന്നില്ല. കുറേ മെഷീനെ വ്യത്യാസത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇത് താറ് ഇടുന്നാന്ന് തോന്നുന്നു മിക്സാക്കിയിട്ട് നമ്മളെ റോഡ് പണിക്ക് പിന്നെ NH 66 വർക്കെല്ലാം ചെയ്യുന്ന ഇടുന്നതാന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ നിന്നാണ് മിക്സാക്കിയിട്ട് പോകുന്നത്. നമ്മളെ മെറ്റലെല്ലാം താരങ്ങൾ ചെയ്ത് വണ്ടി കാണുന്നുണ്ട് കുറേ. എന്ത് സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു താറ് ഒരുക്കുന്ന മെഷീൻ തന്നെ. എന്താ കുറേ സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല. താറിൻ്റെ ഒരു മണൽ ഭേദമുണ്ട്. ഇവിടുന്നാന്ന് തോന്നുന്നു മിക്സാക്കിയിട്ട് നമുക്ക് നമ്മളെ NH 66 വർക്ക് ഇവിടുന്നാണ് മിക്സാക്കി കൊണ്ടുപോകാൻ തോന്നുന്നു. നമുക്കൊന്നും അറിയാണ്ട് പറ്റില്ല, പറയാൻ പറ്റില്ലല്ലോ. ഈ ബെൽറ്റിലേക്കട അങ്ങോട്ടേ മെറ്റൽ പോകുന്നതാന്ന് തോന്നുന്നു. ഇതിൽ മെറ്റലിട്ടിട്ട് ഉണ്ടോ, അതിൽ മെറ്റലിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഈ വഴി ബെൽറ്റിലേക്കട അങ്ങോട്ട് പോയിട്ടാകുമ്പം അവിടെ മിക്സാക്കിയിട്ട് അങ്ങോട്ടൊന്നൊരു സംഭവം കാണുന്നുണ്ട്. എനിക്ക് ശരിക്കിനെ പറ്റി അറിയില്ല. ഇവിടെ കണ്ട ഒരു വണ്ടിയിലും കണ്ട അങ്ങനെ എന്തുവാന്ന് താറി മിക്സാക്കുന്ന മെറ്റലും താറിങ്ങളും കൂടിയിട്ട് മിക്സാക്കുന്ന സാധനമാണെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ വെറുതെ അങ്ങനെ കണ്ട് ഒരു വീഡിയോ ചെയ്തതാണ്. കുറേ താറിങ്ങിൻ്റെ ഡ്രമ്മെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ആരും കാണുന്നുമില്ല. എന്താ താറിങ്ങനെ വണ്ടിയിലും കണ്ടോ അവിടെ, എന്താ അറിയില്ല. കുറേ മെറ്റലും കൊണ്ട് ഇറക്കിയിട്ടുകൊണ്ട് എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇത് മെറ്റലിടുന്ന മെഷീനാണ്, മനസ്സിലായി. ഓരോ കണ്ടെയ്നർ 1 2 3 4. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇതുണ്ട് ഈ ബെൽറ്റിലേക്കടെ ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ പോയി ആ മെഷീനിൽ കൂടിയിട്ട് അവിടെ മിക്സാക്കിയിട്ടാന്ന് തോന്നുന്നു അങ്ങോട്ട് പുറത്തേക്ക് പോലെ. എന്താ അറിയില്ല. ഇപ്പോൾ മഴയെ കൊണ്ട് പണി നിർത്തിയതാണെന്നോ പുഴക്കൊല്ലം കാണുന്നുണ്ട്. പിന്നെ നമുക്കധികം നിൽക്കാൻ പറ്റില്ല. മഴ ഞാൻ കോട്ടൊന്നും എടുത്തില്ല വണ്ടിയിൽ വരുമ്പോൾ. കോട്ടൊന്നും എടുക്കാൻ പറ്റണ്ട. പിന്നെ അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഇത് താറാട്ടാ,
റെയിലിൽ വന്നത് കുറേ താറിലിട്ടിട്ട് കാണുന്നുണ്ട്. വിശദമായി നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക. ശരിക്കും സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതിലേ പോയിട്ട് അപ്പുറം പോയി നോക്കട്ടെ ഒന്ന് സംഭവം. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ പതിരുണ്ട് ഇങ്ങോട്ട്. നമുക്ക് ഇതിലേ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടം വരെ വന്നല്ലേ എന്താ സംഭവം നോക്കാമല്ലോ. നമുക്ക് ഇതിലേ അങ്ങോട്ട് നടന്നിട്ട് നോക്കാം. അത് വലിയ ഡ്രമ്മാട്ടാ, താറ് മിക്സാക്കിയിട്ട്. ഇതെല്ലാം ഫുള്ള് താരങ്ങ, അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. താരങ്ങെല്ലാം കാലിന് പറ്റിപ്പോയെങ്കിൽ ആ പണിയാവും. എന്തെല്ലാം മെറ്റലും പൊടിയെല്ലാം കാണുന്നുണ്ട്. ഉണ്ടോ? ഓ ഇതാ തന്നെ കേട്ടാ ഞാൻ പറഞ്ഞത് തന്നെ. താറും മെറ്റലും കൂടി മിക്സാക്കിയിട്ട് എന്തോ പരിപാടി ചെയ്ത് ഈ റെയിലിലൊക്കെ താനം പോലെ. എന്താ ഇപ്പോൾ പണി നിർത്തിയെന്ന് പറയുന്നില്ല. എന്താ ഇതൊരു പുഴക്കൊല വന്നു മേലോട്ട്. ഇതെന്താ മെഷീൻ ഐറ്റംസ്. ഇവിടെയാണ് മെറ്റൽ വന്ന് വീറി. അങ്ങനെ എന്താ തോന്നുന്നതാ. മെറ്റൽ പൊടിയെല്ലാം കാര്യമെല്ലാം ഉണ്ട്. ഇത് മെഷീൻ വർക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഏകദേശം മനസ്സിലാവുന്നത് നമ്മൾ ലോറിയിലും വണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കും. ഈ വെള്ളം നിൽക്കുന്ന സ്ഥലം കണ്ടോ, ലോറിയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മിക്സാക്കിയ സാധനം ലോറിയിലേക്ക് ടിപ്പറിലേക്ക് തട്ടിയിട്ട് വരുന്ന പരിപാടിയാണ്. അപ്പം മഴയായതുകൊണ്ട് പണി നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം എനിക്കറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടെല്ലാം ഫുള്ള് കാടും കരില്ലാണ്. ഇവിടെ 2 മഞ്ഞ കുറ്റിയും കാണുന്നുണ്ട്. ഇന്ന് പാർക്കിംഗ് സൗകര്യമാണോ എന്താ അറിയില്ല. അങ്ങനെ ഒരു മയിലുണ്ട് കേട്ടാടാ, ഞാൻ കാണിച്ചുതരാം മയിലിനെ. ഞാൻ അങ്ങോട്ടും നടന്നു പോകുമ്പോൾ അത് പറന്ന് പോയേക്കോ എന്നുള്ളൊരു സംശയമുണ്ട്. ക്യാമറയിൽ എത്തപ്പരെ കാണാൻ പറ്റും നോക്കാം നമുക്ക്. മയിൽ അവിടെ ഒരു കുറ്റിയുണ്ട്, അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്തോട്ട് പോകുമ്പോൾ മേലെ ചിലപ്പം പറന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ചളിയാന്നല്ലോ. എൻ്റെ വണ്ടി അങ്ങല്ല കേട്ടോ, കണ്ടോ ഒരു വെള്ള മയിലിന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. അതാണ് മയിൽ. പുള്ളിക്കാരവിടെ കിഴിഞ്ഞ് ഓടി. പുള്ളിക്കാരൻ കുറ്റിയും വന്ന് തലോടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മറിഞ്ഞതാണെന്ന് പറയുന്നില്ല. സ്ഥലം ഏതായാലും ഇഷ്ടപ്പെട്ടു. ഇവിടെ ആരും ഒരു കുഞ്ഞിലില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നായ പുലിയ നിരിയായിട്ടും വന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെങ്കലിനെ കൊണ്ട് അതിരിട്ടിട്ടുണ്ട്. മയിലിനെ കാണുന്നില്ല. ഒരു കൃഷ്ണപ്പരുന്ന് പറന്നു പോകുന്നുണ്ട്. ഈ കുറ്റിമേലുണ്ടായിട്ടാ മയിൽ. അതങ്ങതാ മയിലങ്ങ് ഓടുന്നുണ്ട്. ഒരു ആൺമയിലാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അങ്ങ് ഓടി. കാണുന്നുണ്ടോ? ഓടുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് ഓടിക്കൊണ്ട് പോകും. ഒരു മയിൽപ്പീലി പോലും ഇവിടെ ഇല്ല. മയിലിൻ്റെ പീലി പോലും ഇല്ല. ഇവിടെ ചെങ്കലിനെ കൊണ്ട് എന്തോ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൂടെ ഒരു റോഡുണ്ട് അങ്ങോട്ട്, അത് എടുത്തേക്കാന്നറിയില്ല. നമുക്കതിൽ നിന്നാൽ ഫുള്ള് നമ്മളെ ഫോണും നനയും, വീഡിയോ അടിക്കുന്ന ഫോണും നനയും, മൊത്തം നനയും. അപ്പോൾ ഇത് കമ്പനി ഞാൻ
എന്ത് കമ്പനിയാണെന്നിപ്പോൾ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. ഇതുകൊണ്ട് താരങ്ങി മിക്സാക്കുന്ന സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ എവിടത്തേക്കാണോ മിക്സാക്കുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ആദ്യം ലൈക്ക് അടിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ കമ്പനി ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവം കണ്ടു, ആ കയറി വന്ന് നോക്കിയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഓരോരോ കമ്പനിയിൽ ഞാൻ പോയി നോക്കിയിട്ട് പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അവിടെ അവർക്ക് അതിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ. ഇപ്പം മഴ ഏത് സമയം വരാൻ സാധ്യതയുണ്ട്. ഇതെന്തോ ഒരു പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട് വേറെ. മയിൽ കരയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ കമ്പനി കാണണമെങ്കിൽ നമ്മളെ MM കോളേജില്ലേ, MM കോളേജ് കഴിഞ്ഞാൽ എയറോസ്പേസ് കോളേജായി. കോളേജിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇവിടെയാണ് ഇതിൻ്റെ അടുത്ത സൈഡിലാണ് ഈ കമ്പനി. റോഡ് വന്ന് കാണില്ല, റോഡ് വന്ന് കുറച്ച് ഉള്ളോട്ടിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് അടിക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രവാസികളെല്ലാം ഇത്ര ഇഷ്ടംപോലെ പ്രവാസികളുണ്ടല്ലോ, അവർക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ പച്ചലും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, അത് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ പിന്നെ പൊതുവെ ട്രാവൽ വീഡിയോ ചെയ്യല്ലോ. അപ്പോൾ ഓക്കെ.